നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. ചേലക്കരയിൽ ചെങ്കോട്ട കാത്ത് LDF, പാലക്കാടും വയനാടും സീറ്റ് നിലനിർത്തി UDF. ചെങ്കോട്ട കാത്ത് ചേലക്കര. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷം. നിലം തൊടാതെ രമ്യ ഹരിദാസ്, ഏഷ്യാതെ അൻവർ ഫാക്ടർ. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. ഇടത് തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF 3ാം സ്ഥാനത്ത്. കന്നിയംഗത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പാറിച്ച് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ വിജയം രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്ന്. കുന്നംകുളം പാറേമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിലിടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തി മുന്നണികൾ. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ LDF ചെങ്കോട്ട നിലനിർത്തിയപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം നേടി പാലക്കാട് UDF സീറ്റ് നിലനിർത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തകർപ്പൻ ജയത്തോടെയാണ് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി സീറ്റ് നിലനിർത്തിയത്. ചേലക്കരയിൽ കനത്ത പോരാട്ടം കാഴ്ചവെച്ചാണ് രമ്യ ഹരിദാസ് പിന്തള്ളപ്പെട്ടത്. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസ് കുറയ്ക്കാനായി. മാറിമറഞ്ഞ പാലക്കാടൻ ട്വിസ്റ്റിൽ ഒടുവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. വയനാട് അർഹിച്ച വിജയവുമായിരുന്നു UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടേത്. ചെങ്കോട്ടക്കാത്ത് ചേലക്കര. 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ ജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഇടതുപക്ഷം തങ്ങളുടെ കോട്ട കാത്തിരുന്നു മുന്നോട്ടു പോയത്. ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മുന്നിലെത്താനായില്ല. PV അൻവറിന്റെ DMKക്ക് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. ലീഡ് നില 11,000 കടന്നപ്പോൾ തന്നെ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ LDF പ്രവർത്തകർ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 64,827 വോട്ടും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 52,626 വോട്ടും BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 33,609 വോട്ടുമാണ് ലഭിച്ചത്. ചേലുള്ള ചേലക്കര വീണ്ടും ചെങ്കോട്ടയായതിന്റെ സന്തോഷത്തിലാണ് ഇടതുപക്ഷ ക്യാമ്പ്. ചേലക്കരയിലെ ഇടതുപക്ഷത്തിന്റെ വിജയം ആഘോഷമാക്കി മാറ്റി പ്രവർത്തകരും നേതാക്കളും. ചേലുള്ള ചേലക്കരയിൽ ചേലാർന്ന MLA ആയി വീണ്ടും UR പ്രദീപ്. തുടർച്ചയായ 7ാം തവണയും ചേലക്കര ചെമ്പട്ടണിഞ്ഞതിന്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും. കേക്ക് മുറിച്ച് UR പ്രദീപും നേതാക്കളും സന്തോഷം പങ്കുവച്ചു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വാദ്യമേളക്കൊഴുപ്പിൽ നൃത്തം ചവിട്ടിയും ഇടതുപക്ഷ പ്രവർത്തകർ തങ്ങളുടെ ആഘോഷം കൊഴുപ്പിച്ചു. ചേലക്കരയിൽ ചേലോടെ വീണ്ടും പ്രദീപ് പാട്ടും പാടി ജയിച്ചതിന്റെ ആഘോഷം പാട്ടുപാടി തന്നെ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാതെ ഈ ചേലക്കരയ്ക്ക് പോരണ്ടാതെ. ചേലക്കരയ്ക്ക് പാട്ടല്ല, ഈ ചേലക്കര വികസനത്തിനാണ് ഈ ചേലക്കര ജനതയുടെ വോട്ടെന്ന് ഇവിടെ ചേലക്കര ജനത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ പ്രദീപേട്ടനാണ് MLA. ഇവിടെ ചുവപ്പേ വിരിയുള്ളൂ.
ചുവപ്പ് പൂക്കളാണ് ഇവിടെ ഉള്ളത്. പ്രദീപ് നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട്. സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര സന്തോഷം. നല്ല ആഘോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചേലക്കര മക്കളാണ്, ചേലുള്ള മക്കളാണ്, ഞങ്ങൾ കേറിയ മുല്ലപ്പന്തൽ പൊടി പൊടിച്ച് ഏലേല പോലെ ഏല പോലെലോ ഏലേല പോലെ ഏല പോലെലോ. അപ്പൊ പാട്ട് നന്നായി പാടി പഠിക്കാം. ഇനി നമുക്ക് വീണ്ടും കാണാം. പക്ഷെ ചേലക്കരയിലേക്ക് വരരുത്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും മണ്ടമ്മമാര് പൊന്നോ, കാതുകുത്താനെപ്പ വരും മണ്ടമ്മമാര് പൊന്നോ. ഓ ആ ചേലക്കരയുടെ മനസ്സിന്റെ ആഘോഷത്തിലാണ് ഇപ്പൊ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കര വീണ്ടും ചുവന്നപ്പോൾ ചൂടുള്ള പായസവും അതുപോലെ തന്നെ ചുവന്ന ലഡുവുമെല്ലാം വിതരണം ചെയ്താണ് LDF പ്രവർത്തകർ തങ്ങളുടെ വിജയാഘോഷം ആഘോഷഭരിതമാക്കി മാറ്റിയത്. ക്യാമറമാൻ ആഷിഖ് വേലുവിനോടൊപ്പം ചേലക്കരയിൽ നിന്ന് ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ചേലക്കരയിൽ ജനമനസ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് വീണ്ടും തെളിയിച്ചുവെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര മണ്ഡലത്തിലെ വിജയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിരുദ്ധതയില്ലെന്നും UR പ്രദീപ് വ്യക്തമാക്കി. ചേലക്കരയിൽ കള്ളപ്രചരണങ്ങളെല്ലാം അതിജീവിച്ചാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായതെന്ന് K രാധാകൃഷ്ണൻ MP. ചെറുതുരുത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ചേലക്കരയിലെ വിജയം തെളിയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കും. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം 2021 തിരുത്തി എഴുതിയതാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വരിക, അത് മാറ്റിമറിച്ചുകൊണ്ട് 3 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും 2026 എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. വരും ദിനങ്ങളിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കും ചേലക്കരയിലെ പരാജയം കാരണമാകും. ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് UDF പ്രതീക്ഷിച്ചിരുന്നതല്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന ഉറപ്പായിരുന്നു ഇതിനു പിന്നിൽ. K രാധാകൃഷ്ണൻ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ UR പ്രദീപ് ഇടതുമുന്നണിക്കായി പ്രചരണം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളെ ചൊല്ലിയടഞ്ഞ കോൺഗ്രസിൽ ഒടുവിൽ രമ്യ ഹരിദാസിനെ നറുക്കുവീഴുകയായിരുന്നു. ആലത്തൂർ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണന്റെ ലീഡ് നില കുറയ്ക്കാനായതും രമ്യയെ പരിഗണിക്കാൻ കാരണമായി. എന്നാൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കല്ലുകടിയുണ്ടായിരുന്നു. രമ്യ ഹരിദാസ് ചേലക്കരയിലോ തൃശൂർ ജില്ലയിലോ താമസിക്കുന്ന വ്യക്തിയല്ല എന്നതായിരുന്നു ഒരു കാരണം. MP ആയിരിക്കെ ചേലക്കര മണ്ഡലത്തിനോട് പ്രതിപത്തി കാട്ടിയിരുന്നില്ല എന്നത് മറ്റൊരു കാരണമായി. മാത്രമല്ല MP ആയിരിക്കെ കോൺഗ്രസ് നേതാക്കളെപ്പോലും അവഗണിച്ചിരുന്നു എന്നതും കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പക്ഷേ ചേലക്കരയുടെ ചെങ്കോട്ടയിൽ UDFന് കാലിടറി. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾക്കും പല വെളിപ്പെടുത്തലുകൾക്കും ചേലക്കരയിലെ പരാജയം വഴിവെച്ചേക്കും. ചേലക്കരയിലെ ഒരു പഞ്ചായത്തിലും ഓളമുണ്ടാക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ന്യൂസ് ഡെസ്ക് TCV. ഇടത് തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ ചേലക്കരയിൽ BJP. തിരുവില്ലാമല സ്വദേശിയായ K ബാലകൃഷ്ണനെ ചേലക്കരയുടെ ബാലേട്ടൻ എന്ന തലക്കെട്ടോടെയാണ് BJP മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിൽ BJPയുടെ കുതിപ്പിന് കടിഞ്ഞാൻ പിടിച്ച ബാലകൃഷ്ണനിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പും BJP പ്രതീക്ഷിച്ചു. അന്തിമഹാകാളൻകാവ് വേലയിലെ വെടിക്കെട്ട് വിഷയവും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും ഉൾപ്പെടെ പ്രചാരണ വിഷയമാക്കി. എന്നാൽ BJPക്ക് വൻ മുന്നേറ്റത്തിനായില്ല. 33,354 വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് നില മെച്ചപ്പെടുത്താനായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 28,974 വോട്ടാണ് BJPക്ക് ലഭിച്ചത്. 4,000-ലധികം വോട്ടുകൾ അധികമായി ഇത്തവണ ലഭിച്ചുവെന്ന് BJPക്ക് ആശ്വസിക്കാം. 2021 24,045 വോട്ടുകളാണ് മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിരുന്നത്. പാലക്കാടിനെ അപേക്ഷിച്ച് ചേലക്കരയിൽ BJPക്ക് ഈ കണക്കുകളിൽ ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് TCV.
പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിന്റെ ജയം. വോട്ടെണ്ണൽ തുടക്കത്തിൽ NDA സ്ഥാനാർത്ഥി ലീഡ് നിലയിൽ മുന്നേറ്റം കുറിച്ചുവെങ്കിലും നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകളിലും ആദ്യ റൌണ്ടിലും BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം റൌണ്ടിൽ UDF ലീഡ് തിരിച്ചുപിടിച്ചു. അഞ്ചാം റൌണ്ടിൽ ലീഡ് നില NDA തിരിച്ചുപിടിച്ചപ്പോൾ ഏഴാം റൌണ്ട് മുതൽ UDF സ്ഥാനാർത്ഥി രാഹുലിന്റെ കുതിപ്പായിരുന്നു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കന്നിയംഗത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പാറിച്ച് പ്രിയങ്ക ഗാന്ധി. 4,08,036 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നായിരുന്നു പ്രിയങ്കയുടെ വിജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടം. 6,17,942 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരിക്ക് 2,09,906 വോട്ടും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,09,202 വോട്ടും ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയത് ഉജ്ജ്വല വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിച്ചെന്നും ചേലക്കരയിൽ LDF ഭൂരിപക്ഷം കുറച്ചെന്നും VD സതീശൻ പറഞ്ഞു. BJPയെ തടഞ്ഞു നിർത്താൻ ഇനി കോൺഗ്രസ് മാത്രമേ ഉള്ളൂവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ? അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവർ നഷ്ടപ്പെടുത്തിയത്, CPM നഷ്ടപ്പെടുത്തിയത്. മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും UDFനെയും പരാജയപ്പെടുത്താൻ CPM ശ്രമിക്കുകയായിരുന്നു. BJPയെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തി BJPക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത്. സത്യത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത്. അതാണ് മഹാഭൂരിപക്ഷം, പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സത്യത്തിൽ ഞങ്ങളെല്ലാം പറഞ്ഞത് 10,000-ന് മീതെ ഒരു 15,000-ന് ഇടയിലുള്ള ഭൂരിപക്ഷമാണ്. സത്യത്തിൽ ഈ 18,000 എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് BJPയുടെയും CPMൻ്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർ കൂടി അവകാശപ്പെട്ടാണ്. ഞാൻ അവർക്ക് കൂടി കൊടുക്കുകയാണ് അതിൻ്റെ ഇത്. കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്. കുന്നംകുളം പാറയമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചിറ്റാറ്റുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് സ്കൂട്ടറിലിടിച്ചത്. റോഡിൽ വീണ രാജിയുടെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം സംഭവിച്ചതറിയാതെ നിർത്താതെ പോയ ബസ്സിലെ ജീവനക്കാരെ പിന്നാലെ എത്തിയ മറ്റ് വാഹന യാത്രക്കാരാണ് വിവരമറിയിച്ചത്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോയത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 2 വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്.
എരുമപ്പെട്ടി പള്ളിക്ക് സമീപം പോലീസ് വാഹനം കാറിന് പുറകിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന പോലീസ് വാഹനം മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പോലീസ് വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. പഴവൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ സുനീറാണ് കാർ ഓടിച്ചിരുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി മിറാക്കിൾ ബസ്. ചേലക്കര പൈങ്കുളം പാഞ്ഞാൽ വഴി ദേശമംഗലം വറവട്ടൂർ പോകുന്ന മിറാക്കിൾ എന്ന ബസ്സാണ് സ്പീക്കറിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ യാത്രക്കാരെ അറിയിച്ചത്. ആകാംക്ഷയോടെയാണ് യാത്രക്കാർ ബസ്സിൽ ഇരിക്കുന്നതെന്നും ഇന്നത്തെ ദിവസം ഇങ്ങനെ സൗകര്യമൊരുക്കിയതിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കണ്ടക്ടർ KP നിഷാഖ് പറഞ്ഞു. ഡ്രൈവർ സുരേഷാണ് ഈ സംവിധാനം ബസ്സിലൊരുക്കിയത്. തളിക്കുളത്തെ വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ വീട്ടിലെ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി ഫൗസിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഭരണം പണയം വെച്ച സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. SHO രമേശിന്റെ നേതൃത്വത്തിൽ SI എബിൻ ഗ്രേസ്, SI റംല, CPO സനില എന്നിവരുടെ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി മരുതയൂരിൽ യുവാവിന് കുത്തേറ്റു. അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേതിൽ മുഹമ്മദ് ആദിലിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ മുഹമ്മദ് ആദിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്തു നിന്നും അവധിക്ക് വന്ന ആദിൽ ഭക്ഷണ വിതരണ ശൃംഖലയുടെ ഡെലിവറി ബോയായി ജോലി ചെയ്യുകയാണ്. ജോലിക്കിടെ ചേറ്റുവയിൽ നിന്നും ഗുരുവായൂരിലെ കടയിലേക്ക് ഓർഡർ അനുസരിച്ചുള്ള ഭക്ഷണം എടുക്കാൻ ബൈക്കിൽ പോകുന്നതിനിടെ ചക്കംകണ്ടം ഭാഗത്ത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവിന്റെ ദേഹത്ത് വെള്ളം തെറിക്കുകയും ഇതേ ചൊല്ലിയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. മരുതയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം വെച്ചാണ് സംഘം ചേർന്ന് ആക്രമിച്ചതെന്ന് യുവാവ് പറയുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും ഇന്നലെ രാത്രി മുതൽ കാണാതായ ആൺകുട്ടിയെ പോലീസ് കണ്ടെത്തി. പുഴയ്ക്കലയിൽ നിന്നാണ് 10 വയസ്സിൽ താഴെയുള്ള ബാലനെ പോലീസ് കണ്ടെത്തിയത്. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച് ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ രചിച്ച വേറിട്ട ചിത്രങ്ങളുടെ തൃശൂരിലെ പ്രദർശനം കാഴ്ചക്കാരുടെ മനം കവരുന്നു. ആയിരത്തി 1960 മുതൽ 90 വരെയുള്ള നല്ല ഓർമ്മകളും ദൃശ്യങ്ങളുമാണ് അതീവ സൂക്ഷ്മതയോടെ ചിരട്ടകളുടെ ഉൾവശത്ത് ചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശൈശവവും ബാല്യവും പാടവും തൊടിയും കുളവും കളിയും തുടങ്ങി പൂരവും വെടിക്കെട്ടും തെക്കേ നട തുറക്കലുമെല്ലാമായി ഗൃഹാതുരത്വം തുളുമ്പുന്ന പിന്നിട്ട നല്ല നാളുകളുടെ അടയാളപ്പെടുത്തലാണ് ശരറാന്തൽ എ റേ ഓഫ് നൊസ്റ്റാൾജിയ എന്ന ഈ ചിത്ര പ്രദർശനം. ഒരുപാട് പലതരത്തിലുള്ള കളികൾ, നീന്തലുകൾ ഉണ്ടായിരുന്നു, അമ്പലക്കുളങ്ങൾ, പാടങ്ങൾ, പിന്നെ വയലിലുള്ള പണികൾ, പല രീതിയിലുള്ള ജോലികൾ എല്ലാം ഇന്നും ഉണ്ടാവുമായിരിക്കാം. പക്ഷെ കുറേ കാഴ്ചകളെല്ലാം നമുക്ക് ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. എല്ലാം നമ്മൾ ചിരട്ടകളിൽ ഒരു ചിത്രമായിട്ട് ആ ഓർമ്മകളിലേക്ക് ഒന്നും കൂടി ഒരു ചെറിയ നേർത്ത വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിരട്ടകൾ പൊട്ടിച്ചും പൊടിച്ചും പശയും പെയിന്റും ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ക്യാൻവാസിൽ ഒരുക്കിയ വേറിട്ട ഇന്ത്യ പ്രദർശനത്തിലെ വിസ്മയ കാഴ്ചയാണ്. എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ചിരട്ടകൾ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് വലിയൊരു ക്യാൻവാസ് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ മിനുസപ്പെടുത്തിയെടുത്തൊരു പ്രതലത്തിൽ 5 അടി ഹൈറ്റിലുള്ള ഇന്ത്യയുടെ കട്ടൗട്ട് എടുത്തിട്ട് സ്റ്റേറ്റ് വൈസ് ഓൾ ഇന്ത്യയിലുള്ള ഇന്ന് നിലവിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും ട്രഡീഷണൽ ട്രൈബൽ ഫോക്കായിട്ടുള്ള ആർട്ടുകളെല്ലാം ആ 5 അടിയിൽ വരുന്ന ഓരോ സ്റ്റേറ്റിൻ്റെ വലുപ്പത്തിലും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിരട്ടകൾ കൊണ്ട് തീർത്ത വണ്ടും സ്വർണ്ണ മത്സ്യവും കരകൗശല വസ്തുക്കളും ചിരട്ട ചിത്രങ്ങൾക്ക് തയ്യാറാക്കിയ തെങ്ങിൻ തടിയിലെ ഫ്രെയിമുകൾ പോലും കാഴ്ചയുടെ പുതുമ സമ്മാനിക്കുന്നു. പരമ്പരാഗത കലയുടെ ചാരുത നിലനിർത്തി ആധുനിക ശൈലിയെ സമന്വയിപ്പിച്ച് വ്യത്യസ്തമായ പ്രകൃതിദത്ത മാധ്യമങ്ങളിൽ വരയുടെ വിസ്മയം സമ്മാനിക്കുന്ന ശ്രീജ കളപ്പുരയ്ക്കൽ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയ കലാകാരിയാണ്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ശേഖരിച്ച കല്ലുകൾ, ചിപ്പികൾ, തൂവലുകൾ തുടങ്ങിയ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ ഒരുക്കിയ ശ്രീജ നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ
400ഓളം ചിത്രങ്ങളാണുള്ളത്. ശ്രീജയുടെ 15ാമത് ചിത്ര പ്രദർശനമാണിത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന പ്രദർശനം ഈ മാസം 28-ന് സമാപിക്കും. TCV തൃശൂർ. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇന്ന് രാത്രി വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7:30 ആഘോഷമായ ദിവ്യബലിക്കും ദേവാലയ പ്രതിഷ്ഠ ശതാബ്ദി വർഷം ദീപം തെളിയിക്കലിനും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:45-ന് ബസലിക്കയിൽ നിന്നും ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണം, 6:30-ന് ലൂർദ് കത്തീഡ്രലിൽ നിന്നും ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. കഴിഞ്ഞ ദിവസം നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് വാദ്യമേളം, വർണ്ണമഴ എന്നിവ ഉണ്ടാകും. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ ദേവാലയത്തിൽ നടക്കുന്ന ഇടവക സംഗമത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ കൂട്ടയോട്ട മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സി സാനു വി, വിമുക്ത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വികാരി ഫാദർ ജോഷി മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, ഇടവക സംഗമം ജനറൽ കൺവീനർ ബെന്നി ചാലക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ നൊറോണ, റോമി തോമസ് എന്നിവർ നേതൃത്വം നൽകി. പുരുഷ വിഭാഗത്തിൽ ബാബു ജോസഫ്, വനിതാ വിഭാഗത്തിൽ നീനു ഷിൻഡോ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുന്നംകുളം, പഴഞ്ഞി, ചെറുതുരുത്തി, കോലിയപ്പാടത്ത് മോട്ടോർ ഇല്ലാത്തത് കർഷകരെ വലയ്ക്കുന്നു. മോട്ടോർ പുരയും വൈദ്യുത കണക്ഷനുമുണ്ടെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പലതവണ നിവേദനം നൽകിയിട്ടും അധികൃതർ മോട്ടോർ അനുവദിച്ചില്ലെന്ന് കർഷകർ ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ കൃഷി വെള്ളം കിട്ടാതെ നശിച്ചിരുന്നു. മോട്ടോർ അനുവദിച്ച് കൃഷിക്ക് സൗകര്യമൊരുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. 1300-ലധികം മത്സരാർത്ഥികളാണ് വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആദ്യ ഇനമായ പഞ്ചഗുസ്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയും വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസും തമ്മിൽ മത്സരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ എന്നിവർ സംബന്ധിച്ചു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാരം നടത്തി. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ആരോപിച്ചാണ് നിരാഹാര സമരം. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി സമരം ഉദ്ഘാടനം ചെയ്തു. ജിജിമോൻ മാപ്രാണം, ഡിക്സൺ കുവക്കാടൻ, ഡോക്ടർ KY ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വടക്കാഞ്ചേരി എങ്കക്കാട് കുന്നത്തുപറമ്പിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA സ്വിച്ച് ഓൺ ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ ഷീല മുരളി, K കുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഗതാഗത യോഗ്യമായ റോഡുകള്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നഗരസഭ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് അറിയണം നമ്മൾ ഇപ്പോഴാണ്. അപ്പോൾ ഈ MLA എല്ലാ രംഗത്തും ഒരു സംവിധാനം നമുക്ക് വളരെ നല്ല വെളിച്ചമാണ് ഈ ലൈറ്റിൽ നിന്നും കിട്ടിക്കോ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ബ്ലോക്ക് വാർഷിക സമ്മേളനം ജില്ലാ അധ്യക്ഷൻ MS ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PS നാരായണൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, EV നാരായണൻ, PR ശിവദാസൻ, K കൃഷ്ണകുമാർ, PK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പ്രസിഡന്റായി PS നാരായണനെയും സെക്രട്ടറിയായി G മാധവൻകുട്ടിയെയും ട്രഷററായി PK നാരായണനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വെസ്റ്റ്
മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. അനുമോദന യോഗത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് KS ജെൻസി, PTA പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ സംസാരിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേപ്പിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി. ദിവ്യബലി, പ്രസുതേന്തി വാഴ്ച, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നീ ചടങ്ങുകൾക്ക് ഫാദർ വർഗീസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ നാളെ രാവിലെ 9:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സിജു പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ട്രസ്റ്റിമാരായ പാവു ചിറമ്മൽ, ഫ്രാൻസിസ് കരിയാറ്റിൽ, സന്തോഷ് മാളിയേക്കൽ, ജനറൽ കൺവീനർ വർഗീസ് പെരുമാടൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവസമായ നാളെ രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ആൽവിൻ ഞെഴുങ്ങൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ നവീൻ മുരിങ്ങാത്തേരി സഹകാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ആത്മവിശ്വാസത്തിന്റെ ചുമലിൽ സ്വപ്നങ്ങളേറ്റി പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സൂരജിന് സർക്കാർ പുരസ്കാരം. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജ് അർഹനായി. അരയ്ക്ക് താഴെ തളർന്ന ശരീരത്തെ തളരാത്ത മനസ്സുകൊണ്ട് നയിക്കുന്ന സൂരജ് തളരാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങ് സ്വദേശിയായ സൂരജ് 5 സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഭിന്നശേഷിക്കാരടങ്ങുന്ന ഈഗിൾ സ്പെഷ്യലി ഏബിൾഡ് റൈഡേഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡൽഹി, ലഡാക്ക്, കാർഗിൽ യാത്ര നടത്തി AHCF ഗ്ലോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് പോലും പലപ്പോഴും അപ്രാപ്യമാകുന്ന കാർഗിൽ റൈഡും സോസില്ല പാസുമൊക്കെ താണ്ടിയാണ് സൂരജും ഭാര്യ സൗമ്യയും അന്ന് ലക്ഷ്യം കണ്ടത്. ഒരപകടത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വീൽചെയറിലായ സൂരജ് സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചവർക്ക് തുടർച്ചയായി 25 കിലോമീറ്റർ പോലും മുച്ചക്ര വാഹനം ഓടിക്കാൻ സാധിക്കില്ല എന്ന ഡോക്ടർമാരുടെ വിധിയെഴുത്തിനെയാണ് മാറ്റിമറിച്ചത്. 2012 കൊല്ലത്ത് വെച്ചുണ്ടായ കാറാപകടത്തിലാണ് സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് പ്രവാസിയായ സൂരജിന്
അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടത്. 2013 കിഴക്കൻ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരിയായ സൗമ്യയെ വിവാഹം കഴിച്ചു. 2017 മുതൽ പേപ്പർ പേനകൾ, ഫയലുകൾ, കലണ്ടർ തുടങ്ങിയ ഇക്കോ ഫ്രണ്ട്ലി ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5000-ലധികം പേർക്ക് പരിശീലനം നൽകുന്നത് സൂരജാണ്. പുരസ്കാരത്തിന്റെ നിറവിൽ ഡിസംബർ 15 ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് സൂരജ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുത്തൂർ KSEB ഡിവിഷന് കീഴിൽ വരുന്ന ആശാരിക്കാട് പ്രദേശത്ത് വോട്ടെണ്ണൽ ദിവസം മുന്നറിയിപ്പില്ലാതെ പവർ കട്ട് ഏർപ്പെടുത്തിയതായി പരാതി. രാവിലെ മുതൽ പ്രദേശത്ത് വൈദ്യുതിയില്ലെന്ന് വിളിച്ചറിയിച്ചപ്പോൾ 15 മിനിറ്റിനുള്ളിൽ ശരിയാക്കാമെന്ന് പറഞ്ഞതല്ലാതെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഫ്യൂസ് ഊരി ജീവനക്കാർ പോയെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുല്ലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാർ നടന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ സെമിനാർ നടന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി MS രതി അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി സെമിനാറിന് നേതൃത്വം നൽകി. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത് മെഡിക്കൽ ക്യാമ്പ് പാവറട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ജിസ റോസ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, പാവറട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,420 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. ചേലക്കരയിൽ ചെങ്കോട്ട കാത്ത് LDF, പാലക്കാടും വയനാടും സീറ്റ് നിലനിർത്തി UDF. ചെങ്കോട്ട കാത്ത് ചേലക്കര. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷം. നിലം തൊടാതെ രമ്യ ഹരിദാസ്, ഏഷ്യാതെ അൻവർ ഫാക്ടർ. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. ഇടത് തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF 3ാം സ്ഥാനത്ത്. കന്നിയംഗത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പാറിച്ച് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ വിജയം രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്ന്. കുന്നംകുളം പാറയമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിലിടിച്ച് അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.